students, I am Vasila. This is our sociology faculty. This is our sociology class provided by D-Zone and Hybrid Campus. Welcome back to my class. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായി നമ്മൾ തേർഡ് ചാപ്റ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഫോർത്ത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് ചാപ്റ്ററാണ്. ഫിഫ്ത്ത് ചാപ്റ്റർ ഏതാണ്? സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുക, ഈ ചാപ്റ്ററിൽ ഈ ഒരു 4 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഏത്? സൊസൈറ്റി, എന്താണ് സമൂഹം എന്ന് നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ കമ്മ്യൂണിറ്റി, എന്താണ് സമുദായം. അതേപോലെ തന്നെ അസോസിയേഷൻ, സംഘടനകളെ കുറിച്ച് പഠിക്കണം. ലാസ്റ്റ് വൺ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഓരോ സ്ഥാപനങ്ങളെ പറ്റിയിട്ടും പഠിക്കണം. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു 4 കാര്യങ്ങളായിട്ടുള്ള സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ഒരു കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഫസ്റ്റ് നമ്മൾ ഏതാ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? കമ്മ്യൂണിറ്റി, സമുദായത്തെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സമുദായം, എന്താണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ? കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചോ, പൊതുവായ സ്വഭാവങ്ങളോ താല്പര്യങ്ങളോ അതുപോലെ തന്നെ ലക്ഷ്യങ്ങളോ പങ്കിടുന്ന ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ സ്ഥലത്ത് പരസ്പരം ഇടപഴകി താമസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്, സമുദായം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക പ്രദേശത്ത് പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളും അതുപോലെ തന്നെ ലക്ഷ്യങ്ങളൊക്കെ പങ്കിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് എന്തിൽ ഉൾപ്പെടുന്നത്, സമുദായം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ സമുദായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി, ഒരു പ്രത്യേക പ്രദേശത്താണെന്നും അതുപോലെ തന്നെ ആ ഒരു കാറ്റഗറി പെടുന്ന ആളുകൾക്കിടയിൽ എന്തുണ്ടായിരിക്കും, പൊതുവായ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും, താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഇവയെല്ലാം പരസ്പരം പങ്കിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും, സമുദായം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. നെക്സ്റ്റ് വൺ അസോസിയേഷൻ. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഘടന. എന്താണ് സംഘടന എന്ന് പറഞ്ഞാൽ? സംഘടന എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു പ്രത്യേക ലക്ഷ്യത്തിനോ അതുപോലെ തന്നെ ഏതാനും ലക്ഷ്യങ്ങൾക്കോ വേണ്ടി സംഘടിക്കുന്ന ജനങ്ങളുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ സംഘമാണ് എന്ത്, സംഘടന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, അവരുടെ താല്പര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട നമ്മൾ കാര്യങ്ങൾ? സംഘടന അഥവാ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് അല്ലേ, അതേപോലെ തന്നെ ഏതാനും അല്ലേ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് അല്ലെങ്കിൽ ഏതാനും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സംഘടിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എന്ത്, ഈ ഒരു സംഘടനയിൽ ഉൾപ്പെടുന്നത്. ആ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിനായിരിക്കും ആ സംഘടനയിൽ എന്തുണ്ടായിരിക്കുക, പ്രാധാന്യം ഉണ്ടായിരിക്കുകയും ആ ലക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയായിരിക്കും അവരെന്ത് ചെയ്യുക, എല്ലാ വ്യക്തികളും ഒരുമിച്ച് കൂടുന്നത്. ആ ലക്ഷ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഘടനകൾ എന്ത് ചെയ്യാം, പിരിച്ചു വിട്ടേക്കാം, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, അത് തുടർന്നു പോകും. അപ്പൊ സംഘടന എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ആലോചിച്ചാൽ മതി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടം ആളുകളെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, സംഘടന എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സൊസൈറ്റി അഥവാ സമൂഹത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു സമൂഹം എന്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് സമൂഹം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്, സമൂഹം എന്ന് പറയുന്നത്. ഒരുമിച്ച് കൂടിയിട്ടില്ലേ, ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ അടങ്ങിയിട്ടുള്ള ഒന്നിനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, സമൂഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, എന്നും അല്ലേ, എന്നും അവർക്കിടയിൽ പൊതു താല്പര്യങ്ങൾ അല്ലേ, മൂല്യങ്ങൾ, മാനദണ്ഡങ്ങൾ, നിയമങ്ങൾ എന്നിവയെല്ലാം പങ്കിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് എന്ത്, സമൂഹം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സമൂഹത്തിൽ എന്തുണ്ടായിരിക്കും, ഒരു കൂട്ടം ആളുകളാണ് നമുക്കറിയാം. ഇപ്പം നമ്മളൊക്കെ ഒരു സമൂഹത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്, നമ്മളെന്താണ് ഒരു കൂട്ടം ആളുകളാണ്. നമുക്കിടയിൽ എന്തുണ്ടായിരിക്കും അല്ലേ, ഒരുപാട് മതങ്ങൾ അല്ലേ, നമുക്ക് ഈ ഒരു സമൂഹത്തിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള മതങ്ങൾ ഉണ്ടായിരിക്കും, താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും, മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും, നിയമങ്ങൾ ഉണ്ടായിരിക്കും, മൂല്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവയെല്ലാം പരസ്പരം പങ്കിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അടങ്ങിയിട്ടുള്ള ഒന്നിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, സമൂഹം അഥവാ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സൊസൈറ്റിയെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആലോചിച്ചാൽ മതി അല്ലേ. സൊസൈറ്റിയിലുള്ള പ്രധാന കുറച്ച് ആട്രിബ്യൂട്ട്സ് അല്ലേ, സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ലിങ്ക്നെസ് ആൻഡ് ഡിഫറൻറ്റിയേഷൻ. തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും, ഒരു സൊസൈറ്റി ഒരു സമൂഹത്തിൽ എന്തുണ്ടായിരിക്കും,
ആളുകൾക്കിടയിൽ പരസ്പരം ലിങ്ക്നെസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ എന്തുണ്ടായിരിക്കും, ഡിഫറൻറ്റേഷൻ അല്ലേ, എന്തുണ്ടായിരിക്കും, വേർതിരിവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഒന്നാണ് എന്ത്, ഇന്റർ ഡിപ്പെൻഡൻസ്. സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിലുള്ള ഓരോ വ്യക്തികളും പരസ്പരം എന്തുണ്ടായിരിക്കും, ഇന്റർ ഡിപ്പെൻഡൻസ് ആയിരിക്കും അല്ലേ, പരസ്പരം എന്തുണ്ടായിരിക്കും അല്ലേ, ഒരു ബന്ധം അവർക്കിടയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അല്ലെ. നമ്മളിപ്പോൾ ആരോടും മിണ്ടാതെ നമ്മൾ സൊസൈറ്റിയിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ വിഭാഗം ആളുകളുമായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, ഓരോ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു സൊസൈറ്റിയിൽ എന്തുണ്ടായിരിക്കും, കോപ്പറേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ, അവർക്കിടയിൽ എന്തുണ്ടായിരിക്കും, ഒരു കോപ്പറേഷൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു സൊസൈറ്റിയിൽ എന്തുണ്ടും, സംഘർഷങ്ങളില്ലേ, പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും സൊസൈറ്റി എന്തുണ്ടായിരിക്കും, ഉണ്ടായിരിക്കും. കാരണം എന്താണ്, വ്യത്യസ്ത തരത്തിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാവും. അതെന്തിലേക്ക് ഇടയാക്കുന്നുണ്ട്, പലതരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള കോൺഫ്ലിക്റ്റിലേക്ക് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ സൊസൈറ്റി അഥവാ സമൂഹം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ആലോചിച്ചാൽ മതി. ഒരു കൂട്ടം ആളുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് സൊസൈറ്റി എന്നും അതിലെന്തുണ്ടായിരിക്കും, അതിൽ അടങ്ങിയിട്ടുള്ള ആളുകൾക്കിടയിൽ പൊതു താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും, മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും, മൂല്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ എന്താണ്, വിശ്വാസങ്ങൾ, നിയമങ്ങൾ എന്നിവയെല്ലാം പങ്കിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എന്തെന്നറിയപ്പെടുന്നത്, സൊസൈറ്റി എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥാപനങ്ങളിലെ സാമൂഹ്യപരമായിട്ടുള്ള ഓരോ സ്ഥാപനങ്ങളെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റി നിലനിന്ന് പോകണമെങ്കിൽ എന്താവശ്യമാണ്, ഓരോ സ്ഥാപനങ്ങൾ ആവശ്യമാണ്. ഈ സ്ഥാപനങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയെയും അല്ലെ, നമ്മുടെ സമൂഹത്തെയും അതുപോലെ ഈ സമൂഹത്തിലുള്ള മനുഷ്യരെയൊക്കെ എന്ത് ചെയ്യുന്നത്, നിലനിർത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ആലോചിച്ചാൽ മതി. എന്താണ്, വ്യക്തികളും അതുപോലെ തന്നെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബന്ധങ്ങളെ നിയന്ത്രിക്കുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യവസ്ഥാപിതവുമായിട്ടുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങളാണ് എന്തെന്നറിയപ്പെടുന്നത്, സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ സ്ഥാപനത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് ഫാമിലി പറയാൻ പറ്റും, മാരേജ് പറയാൻ പറ്റും, കിങ്ഷിപ്പ്, റിലീജിയൻ അല്ലേ, തുടങ്ങിയിട്ടുള്ളതൊക്കെ എന്താണ്, ഓരോ സാമൂഹിക സ്ഥാപനങ്ങളാണ്. അപ്പം ഇവയെല്ലാം ഇത്തരത്തിലുള്ള വിവാഹമായാലും കുടുംബമായാലും ബന്ധുത്വം, മതം, ഈ തുടങ്ങിയിട്ടുള്ള ഓരോ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റിയിലുള്ള മനുഷ്യരെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ, അവരെ പെരുമാറാനും നിയന്ത്രിക്കാനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയിലുള്ള ഓരോ വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പെരുമാറ്റ ചട്ടങ്ങളും നിയന്ത്രണങ്ങളും നിയമങ്ങളൊക്കെ പഠിപ്പിച്ച് സൊസൈറ്റി നല്ല രീതിയിൽ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സൊസൈറ്റി നിലനിന്ന് പോകണമെങ്കിൽ, സൊസൈറ്റിയിലുള്ള മനുഷ്യർ നിലനിന്ന് പോകണമെങ്കിൽ എന്താവശ്യമാണ്, സൊസൈറ്റിയിൽ സ്ഥാപനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഓരോ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആളുകളെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ പെരുമാറ്റ ചട്ടങ്ങളും ആചാരങ്ങളൊക്കെ പാലിക്കുകയും ചെയ്യുന്ന ഒന്നിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, നമ്മൾ പറഞ്ഞു. ഇപ്പൊ എന്തൊക്കെയാണ്, ഫാമിലി പറയാൻ പറ്റും അല്ലെ, കിങ്ഷിപ്പ്, മാരേജ്, റിലീജിയൻ തുടങ്ങിയിട്ടുള്ള ഓരോന്നാണ് എന്തിന് ഉദാഹരണം, സ്ഥാപനങ്ങൾ അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഒരു 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഏതൊക്കെയാണ് അല്ലേ, നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, സൊസൈറ്റി, അതുപോലെ തന്നെ പിന്നെന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ. ഈ ഒരു 4 കാര്യങ്ങൾ മാത്രം ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുക, പ്രധാനമായിട്ടും പഠിക്കുക. 4 ചാപ്റ്ററിലും ഒരു ലിങ്ക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു കൂട്ടം ആളുകളെയാണ് എല്ലാത്തിലും എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സൊസൈറ്റിക്കായാലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അസോസിയേഷൻ ആയാലും കമ്മ്യൂണിറ്റിക്ക് എന്താണ്, ഓരോ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ, ഒരു വ്യത്യാസം തീർച്ചയായിട്ടും അവർക്കിടയിൽ ഉണ്ടെങ്കിൽ പോലും എല്ലാത്തിലും എന്താണ്, ഒരു കൂട്ടം ആളുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് എന്ത്, ഈ ഒരു സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് വരാൻ ചാൻസുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നോക്കാം. ഫസ്റ്റ് നമുക്ക് MCQ അഥവാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ക്രിയേറ്റഡ് ബൈ പീപ്പിൾ ഫോർ
സ്പെസിഫിക് ഗോൾ. ഒരു സ്പെസിഫിക് ഗോൾ, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള, അല്ലാതെ മനുഷ്യന്മാർ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒന്ന് എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? അസോസിയേഷൻ അല്ലേ? അസോസിയേഷൻ ആണ് പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ ദ സെയിം പ്ലേസ് ഹാവിങ് എ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ലിവിങ് ഇൻ യൂണിറ്റി. തീർച്ചയായിട്ടും ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ഒരു പ്രത്യേക പ്രദേശത്തും താമസിക്കുന്ന ഒരു വിഭാഗം ആളുകളെ പറയുന്ന പേരെന്താണ്? കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. പിന്നെന്താണ് അടുത്ത ക്വസ്റ്റ്യന്? ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റ് ദ സോഷ്യൽ ലൈഫ്. സാമൂഹിക ജീവിതങ്ങളെ അല്ലെ നിയന്ത്രിച്ചിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നാ ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്? ട്രൂ ആണോ ഫാൾസ് ആണോ, അഥവാ ശരിയാണോ തെറ്റാണോ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. നമുക്കറിയാം അതെന്താണ് ശരിയാണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദെയർ ആർ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർ ദ കണ്ടക്ടിങ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഡാഷ് എന്നാ ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അസോസിയേഷൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഒരു അസോസിയേഷൻ നിലനിന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താവശ്യമാണ്? നിയമങ്ങളും നിയന്ത്രണങ്ങളും അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആവശ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽ അതായത് വ്യക്തികളാണോ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ സാമൂഹിക സ്ഥാപനങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ട്രൂ ആണോ ഫാൾസ് ആണോ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? തെറ്റാണല്ലേ. തീർച്ചയായിട്ടും ഈ ഓരോ വ്യക്തികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൊസൈറ്റിയിൽ എന്ത് നിലവിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്ത് നിലനിന്ന് പോകുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിന്ന് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സൊസൈറ്റി ഈസ് എ മെന്റൽ കൺസ്ട്രക്റ്റഡ്. സൊസൈറ്റിയിലെ സമൂഹം എന്ന് പറയുന്നത് മെന്റലി കൺസ്ട്രക്റ്റഡ് ആണ് അല്ലേ? മനുഷ്യന്റെ ആ ഒരു മാനസികപരമായ രീതിയിലൂടെ അല്ലെ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒന്നായത് കൊണ്ട് തന്നെ അല്ലേ ഒരു മെന്റലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്? സൊസൈറ്റി എന്ന് പറയുന്നത്. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ എലമെന്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. അതായത് കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഡെഫിനിറ്റി ഓഫ് ലൊക്കാലിറ്റി. തീർച്ചയായിട്ടും ഒരു ലൊക്കാലിറ്റി, ഒരു പ്രദേശത്തിന്റെ ബേസിൽ എന്താണ്? കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. അപ്പൊ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? ഒരു പ്രത്യേക പ്രദേശത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് ഹാസ് ദ ടെറിട്ടറിയൽ ബേസിലെ ഒരു പ്രത്യേക ടെറിട്ടറിയൽ ബേസ് ആയിട്ടുള്ളത് ഏതാണ്? കമ്മ്യൂണിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് ഈസ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. സാമൂഹ്യപരമായിട്ടുള്ള ഓരോ ബന്ധത്തിന്റെ അല്ലെ അത്തരത്തിൽ ഓരോ സിസ്റ്റം അടങ്ങിയിട്ടുള്ള ഒന്നാണ് സൊസൈറ്റി. തീർച്ചയായിട്ടും ഒരു സൊസൈറ്റിയിലാണ് എന്തുള്ളത്? സാമൂഹ്യപരമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. നെക്സ്റ്റ് നമുക്ക് ഇനി കുറച്ച് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ ബൈ സൊസൈറ്റി. എന്താണ് സൊസൈറ്റി അല്ലെ? സൊസൈറ്റിയെ കുറിച്ച് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസോസിയേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി. എന്താണ് അസോസിയേഷൻ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി, അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താ ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ ഇതൊക്കെയാണ് ഇപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി. എന്താണ് സൊസൈറ്റി അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യങ്ങൾ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിന് വരാൻ ചാൻസുള്ള എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഈ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളായാലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ കൃത്യമായ രീതിയിൽ നോക്കുക, കൃത്യമായ രീതിയിൽ പഠിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. എന്താണ് സൊസൈറ്റി, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി, അസോസിയേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിന് വരാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സുകളും പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ളത്. കൃത്യമായ രീതിയിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക, ഓരോ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്.